2025 G7 രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയിൽ UK മൂന്നാമതെത്തുമെന്ന് പ്രവചിച്ച് IMF. പ്രതീക്ഷയോടെ ലേബർ പാർട്ടി. ടെസ്ല സൈബർ ട്രക്കുകൾക്ക് UKയിൽ വിലക്ക്. സ്പെയിനിലേക്ക് കടക്കാൻ ശ്രമം. ബോട്ട് മറിഞ്ഞ് 44 പാകിസ്ഥാൻ പൗരന്മാർക്ക് ദാരുണാന്ത്യം. പഠിക്കാൻ കാനഡയിലെത്തി, പിന്നെ കാണാനില്ല. 20,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരായിട്ടില്ല എന്ന് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസികളിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഗൾഫ് കറൻസികൾ. ദുബായിൽ തൊഴിലുടമ മരിച്ചാൽ വ്യക്തിഗത വിസയ്ക്കുള്ള തൊഴിൽ കരാറുകൾ റദ്ദാക്കുമെന്ന് മാനവ വിഭവ സ്വദേശീവൽക്കരണ മന്ത്രാലയം. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ബിൽ പാസാക്കി US. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. ബജറ്റ് സമ്മേളനം 2 ഘട്ടമായി നടക്കും. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഹണി റോസിനോട് പെറ്റമ്മ നയവും എന്നോട് ചിറ്റമ്മ നയവുമാണ് പലർക്കും. ദ്വയാർത്ഥ പ്രയോഗം കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ക്രെഡിറ്റ് ഹണി റോസിന്. പുരുഷ കമ്മീഷന് വേണ്ടി ക്യാമ്പയിൻ നടത്തുമെന്ന് രാഹുൽ ഈശ്വർ. പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി.